ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കല്യാണ പെരേന്നൊക്കെ കഴിക്കുന്ന സൈസ് അതേ ടേസ്റ്റിലുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിൽ 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 5 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് ചതക്കിയെടുക്കാം. പേസ്റ്റ് പോലെ അരയണ്ട കേട്ടോ, ഒന്ന് ചതക്കി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് നമ്മൾ നെയ്ച്ചോറുണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതുപോലെ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റൈസിൽസും കൂടി ചേർത്ത് കൊടുക്കാം. എന്താ പറയുക, കിസ്മിസ് അതും കൂടി ചേർത്തിട്ട് നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നെയ്യും ഓയിലും ചേർത്തു. നിങ്ങൾക്ക് നെയ്യ് മാത്രം മതിയെങ്കിൽ നെയ്യ് മാത്രം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ സവാളയൊന്ന് ഫ്രൈ ആയി വന്ന സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല വെറൈറ്റി ആയിട്ടുള്ള, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു സവാള തന്നെ നീളത്തിൽ കട്ടാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ നെയ്യിലേക്ക് പിന്നെ നമ്മൾ നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ സവാളയൊന്ന് വാടി വന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതക്കി വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചച്ചവ പോകുവോളം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. സ്പൈസസ് പിന്നെ നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഫ്ലേവറൊക്കെ ഇറങ്ങും. കുറച്ച് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഒന്ന് ചതക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചതക്കണ്ട, ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ പൊട്ടുന്ന രീതിയിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു മിനിറ്റോളം ഒന്ന് എല്ലാം പാടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളും. ഏലക്ക അങ്ങനെ ചതക്കി ചേർക്കുന്നത് അതിൻ്റെ ഫ്ലേവറൊക്കെ വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മളുടെ കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ അരി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ചോറ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച വെള്ളം, ഞാൻ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന അരിയുടെ വേവിനനുസരിച്ചിട്ട് വെള്ളത്തിൽ മാറ്റം വരും കേട്ടോ. ഓരോ അരിക്കും ഓരോ വേവല്ലേ. അപ്പോൾ നിങ്ങളെടുക്കുന്ന അരി വേവ് കൂടുതലാണെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാൻ എടുക്കുന്ന അരിക്ക് ഈ ഒരു അളവ് വെള്ളം പാകമാണ് കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ടേസ്റ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഇതിലേക്ക് 1 മുറി നാരങ്ങ കൂടി നമുക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊക്കെ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. 1 മുറി നാരങ്ങ കൂടി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കിട്ടും. പിന്നെ 1 മുറി നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഒരല്പം കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് പോകരുത്. കുറച്ച് ഇടക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആകുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ ഒന്ന് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ്. നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറ് ഇതുപോലെ അരി ഒന്ന് വറുത്തിട്ടുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും പിന്നെ എന്താ പറയുക, അരി ഒട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ കുറച്ച് പശയുള്ള അരിയാണെങ്കിൽ പോലും ഒട്ടിപ്പോകുമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു ടിപ്പാണ് കേട്ടോ. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ റെഡിയാക്കി നോക്കുകൊണ്ടു തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി നെയ്ച്ചോറ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉള്ളിയും എന്താ പറയുക
കാഷ്നട്ടും റൈസിൽസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അല്പം മല്ലിയില കൂടി ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റോളം നമ്മൾ അടച്ചു വയ്ക്കുക കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ഒന്ന് ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയാക്കാരം. അപ്പോൾ ഇത് നമുക്ക് വെറുതെ തന്നെ കഴിക്കാൻ തോന്നും, ഒരു കൂട്ടാനും ഇല്ലാതെ കഴിക്കാൻ തോന്നും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സൂപ്പർ മണമാണ് വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കുകൊണ്ടു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുന്ന നെയ്ച്ചോറ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം ഗാർണിഷിനായിട്ട് കുറച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ മല്ലിയിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നെയ്ച്ചോറാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.